എപ്പോഴൊക്കെ നിങ്ങൾ അപ്പവും വീഞ്ഞും ഈ മേശയിൽ കാണുമ്പോൾ, whenever you see the communion table, നീ ആ ഉടമ്പടിയുടെ സൈൻ കാണുമ്പോൾ ഒന്നുകൂടെ നിന്നോട് പറയുക, ഒരു ശക്തിക്കും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. Oh, the blood of the covenant says that no power can destroy or break that fellowship we have with the Father and the Son. നിന്റെ കുടുംബം നശിക്കത്തില്ല. Your family will not perish. Come on. ഇപ്പോ നിനക്ക് തോന്നുന്നുണ്ട് ആടി ഉലയുവാന്നും. You may feel that you are in a trial now. ഇരുട്ടിലൂടെ പോവാന്നും. You may go through a valley of darkness. ആർക്കും പോകാൻ പറ്റത്തില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ നിന്നെ എൻകറേജ് ചെയ്യുന്നു, കേറി നിന്നോ. ഈ ഉടമ്പടിക്കകത്തോട്ട് കേറി നിന്നോ. ഈ ശരീരത്തിന്റെ ഭാഗമായിട്ട് കേറി നിന്നോ. സഭയുടെ ഭാഗമായിട്ട് കേറി നിന്നോ. ഇതൊരു മതമല്ല. This is not a religion. When you join in covenant with the Father, hallelujah. ഇത് മതമല്ല പാസ്റ്റർ. This is not a religion. നീ സ്നാനപ്പെട്ട വെള്ളത്തിൽ നിന്ന് കേറുമ്പം ബൈബിൾ നിന്നെ പഠിപ്പിച്ചത് മതത്തിലോട്ട് വന്നല്ല. Amen. നീ അവനോട് ചേർന്നു. Amen. When you are baptized in water, you are not converted into a religion. You are united with your Father in heaven. Oh, come on. ദൈവം നോഹയോട് ഉടമ്പടി ചെയ്ത് അവനെ ഉറപ്പിച്ചു. ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്ത് അവനെ ഉറപ്പിച്ചു. ദൈവം ആദാമിനോട് ഉടമ്പടി ചെയ്ത് അവനെ ഉറപ്പിച്ചു. 16 രാഷ്ട്രങ്ങൾ നോക്കിയിട്ടും ഇസ്രായേലിനെ ഇന്നും തകർക്കാൻ പറ്റാത്ത ഒറ്റ കാര്യം ആ ഉടമ്പടിയാണ്. ഇതുപോലെ നീ ആ ഉടമ്പടിയിൽ എങ്ങനെ ഭാഗമാക്കായി? നീ യേശുവിനോട് ചേർന്നപ്പോൾ നീ ആ ഉടമ്പടിയുടെ ഭാഗമായി. When you are in covenant with God, you are in covenant with Christ and his blood. Hebrews chapter 7 22 പറയുക. and verse 22. ഈ ഉടമ്പടിയുടെ ഗ്യാരണ്ടർ, the guarantor of this covenant, മലയാളത്തിൽ സൂപ്പർ വാക്ക, ഉത്തരവാദി. and the man responsible for this covenant ഒരു മനുഷ്യനും അല്ല. is not any man. It is God in heaven. യേശു. Oh, hallelujah. It is Jesus. Jesus is the guarantor. Jesus is the guarantor of the new covenant. പിടികിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് 2 പിള്ളേരുണ്ടെന്നിരിക്കട്ടെ. Let's say you have 2 children. ഇളയവന് 4.5 വയസ്സേ ഉള്ളൂ. And the younger one is 4.5. ചർച്ചിൽ നിന്ന് പിക്നിക്കിന് പോവാ. And they're going on a church picnic. പിക്നിക്കിന് പോയപ്പോ, and when they were going for the picnic, 4.5 വയസ്സുള്ള കുഞ്ഞിനെ 4.5-year-old son പാസ്റ്ററിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അമ്മ പറയുവാ, and the mother gives the 4.5 child to the pastor's hands and say, പാസ്റ്റർ ഇവനെ നോക്കിക്കോണേ, please take care of him, pastor. 10 മണിയാകുമ്പോൾ ഇച്ചിരി ബിസ്ക്കറ്റ് കൊടുത്തേക്കണേ. 10 o'clock give him biscuit. ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കൊടുത്തേക്കണേ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ. വെള്ളമൊക്കെ കാണുമ്പോൾ ചാട്ടക്കാരനാ. and when he sees water, he'll jump into the water. എടുത്ത് ചാടാൻ സാധ്യതയുണ്ട്. He's possible he will jump. തുണിയൊക്കെ നനയും വന്ന് നോക്കിക്കോണേ. if he is getting wet, please take care of him. ഇവിടെ ആരാ ഉത്തരവാദി? who is the responsible person here now? The pastor. ആ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ആരാ ഉത്തരവാദി? if something happens to the child, who is responsible? പാസ്റ്റർ ഉത്തരവാദിയെന്ന് അവിടെ കൊടുത്തതിന്റെ കാര്യം പോലെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ഉത്തരവാദി അവനാ. Amen. So just like pastor is responsible, anything to do with you, Jesus is responsible. 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2000 years ago, നീതി സൂര്യനായ യേശുവിന്റെ വെളിച്ചം, the sun of righteousness shine forth his light. പാപമെന്ന ന്യായവിധിയിലേക്ക് അടിച്ചപ്പോൾ, when it hit the judgment over sin, രോഗത്തിന്റെ ന്യായവിധിയിലേക്ക് അടിച്ചപ്പോൾ, when it hit the judgment of sickness, ദൈവിക ന്യായവിധിയിലേക്ക് അടിച്ചപ്പോൾ, when it hit the judgment, the anger of the Lord, അവിടുന്നുണ്ടായ റിഫ്ലക്ഷൻ നിന്റെ ലൈഫിനകത്ത് വിടുതലിന്റെ, സൗഖ്യത്തിന്റെ, നീതീകരണത്തിന്റെ, സന്തോഷത്തിന്റെ മഴവില്ലായി വെളിപ്പെട്ടു. that reflected as a rainbow of blessing in your life.